അകാല നര ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. നിങ്ങളുടെ നര പൂർണ്ണമാക്കി ഇല്ലാതാക്കി നല്ല കറുത്ത മുടി നേടാനായിട്ട് ഈ പറയുന്ന കാര്യം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ മുടി നരയ്ക്കുക പോലും ചെയ്യില്ല. എത്ര പഴക്കം ചെന്ന നരയും പൂർണ്ണമാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നൽകും നിങ്ങൾക്ക്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മുടിയിലെ നര മാറ്റാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നര പൂർണ്ണമാക്കി മാറ്റാനായിട്ട് സാധിക്കും. നര കാരണം വളരെയധികം ബുദ്ധിമുട്ടുകൾ പലരും നേരിടാറുണ്ട്. ഇപ്പം നര കാരണം ആ ഒരു നര മറയ്ക്കാനായിട്ട് ഡൈ ചെയ്യേണ്ടിയൊക്കെ വരും. ഡൈ ചെയ്യുന്നത് കൊണ്ട് പലർക്കും ഹെയറിന് പല ബുദ്ധിമുട്ടുകളും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഡൈ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഇനി നിങ്ങൾ ഡൈ ചെയ്യേണ്ട ഒരാവശ്യവും വരില്ല. ഈ ഒരു കാര്യം ചെയ്താൽ മതി. മുടി പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കറുപ്പ് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. എത്ര നരയുള്ളതും അത് മാറ്റി നിങ്ങളുടെ വേരിൽ നിന്ന് കറുത്ത മുടി വളരാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ മൈലാഞ്ചി ഇട്ട് ചുമപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഈ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ മുടി നല്ലതുപോലെ കറുക്കുന്നതാണ്. പിന്നീട് ഒരിക്കലും മുടി നരച്ചു വരിക പോലും ചെയ്യില്ല. പൂർണ്ണമായിട്ടും നര മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന്. ഈ പറയുന്ന രീതിയിൽ ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു പാക്കാണ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. എന്നാലേ വേരിൽ നിന്ന് ആ ഒരു മുടി കറുക്കാനായിട്ട് ഇടയാവുകയുള്ളൂ. ഉറപ്പായിട്ടും ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു നര പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് ഞാൻ ഇന്ന് പറയുന്നത് ഹെയർ പാക്കാണ്. ഈ പറയുന്ന രീതിയിൽ ചെയ്താലേ ആ ഒരു പാക്ക് ഇടുന്ന സമയത്ത് റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ആദ്യം നിങ്ങൾ കേൾക്കാനായിട്ട് നോക്കുക. ഈ പാക്ക് ഇടുമ്പോൾ നിങ്ങളുടെ മുടി നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. ഓയിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പാടില്ല. അതായത് നിങ്ങൾ ഡൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഹെയറിനകത്ത് കാണാനായിട്ട് പാടില്ല. കാര്യങ്ങൾ ഹെയറിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഈ പാക്ക് ഇടുവാണെങ്കിൽ ഒരു റിസൾട്ടും കിട്ടില്ല. അതുകൊണ്ട് ഹെയറിനകത്ത് ഒരു കാര്യവും കാണാനായിട്ട് പാടില്ല. എങ്ങനെയാണ് ഒരു പാക്ക് തയ്യാറാക്കുന്നത്, അത് ഇട്ടിട്ടുള്ള റിസൾട്ടും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. വെറും നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. നമ്മൾ തയ്യാറാക്കുന്നതിന് ഒരു ബൗൾ വേണം. ആ ഒരു ബൗൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് എടുക്കണം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഹെന്ന പൗഡർ, ഒരു 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഷിക്കാക്ക പൗഡറാണ്. ഷിക്കാക്ക എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനകത്ത് നല്ലതുപോലെ ഗുണം നൽകുന്നതാണ്. ഷിക്കാക്ക പൗഡറിൽ നിന്ന് നമുക്കിവിടെ വേണ്ടത് ഷിക്കാക്ക പൗഡർ 1.5 ടേബിൾ സ്പൂണാണ് നമുക്ക് ഷിക്കാക്ക പൗഡർ വേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഷിക്കാക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. നമ്മുടെ നരച്ച മുടിയെ പെട്ടെന്ന് തന്നെ കറുപ്പിക്കാനായിട്ട് ഷിക്കാക്ക പൗഡറിൽ നിന്ന് സാധിക്കും. ഞാൻ ഷിക്കാക്ക എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. കാരണം ഷിക്കാക്ക എന്ന് പറയുന്നത് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ആയുർവേദത്തിൽ തന്നെ അത് വളരെയധികം ഗുണങ്ങൾ പറയുന്നുണ്ട്. കാരണം മുടിയുടെ ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കൂട്ടാനും കൂടാതെ തന്നെ നരച്ച മുടിയെ വേരിൽ നിന്ന് തന്നെ കറുപ്പിക്കാനും ഒക്കെ ഷിക്കാക്കയ്ക്ക് സാധിക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഷിക്കാക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. ഇൻഡിഗോ പൗഡർ എന്നത് ഗ്രീൻ കളറിൽ ഇത് കണ്ടോ, ഇതേപോലെ ഗ്രീൻ കളറിലതേ മേടിക്കാവുള്ളൂ. അല്ലാത്ത കറുത്ത കളറിലൊക്കെ വരും, അത് മേടിക്കരുത്. അതിനകത്ത് കെമിക്കൽ ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹെയറിനെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും മുടി കൊഴിച്ചിൽ വരാനും ഒക്കെ വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നാച്ചുറലായിട്ടുള്ള ഇൻഡിഗോ പൗഡർ മേടിക്കാനായിട്ട് നോക്കുക. നല്ല നല്ല ഇൻഡിഗോ പൗഡർ നമുക്കിപ്പം ഓൺലൈൻ വഴി മേടിക്കാനൊക്കെ സാധിക്കും.
നോക്കി മേടിക്കണം. ഗ്രീൻ കളറിൽ മേടിക്കാവുള്ളൂ. നമ്മളിവിടെ എടുക്കുന്ന ഇൻഡിഗോ പൗഡറിൻ്റെ അളവെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ഞാൻ അങ്ങനെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂൺ തന്നെ വേണം. ഇപ്പം എത്ര ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാകും. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ പൊടിയാണ്. ചെമ്പരത്തി പൗഡർ നമുക്ക് മേടിക്കാനായിട്ട് ഓൺലൈൻ വഴി കിട്ടും. കാരണം നമ്മൾ ഇത് ചേർത്തിട്ട് നമ്മുടെ ഹെയറിനകത്ത് ഇട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഷാമ്പു യൂസ് ചെയ്യില്ല. അതിനെ നമ്മുടെ ഹെയറിൽ നിന്ന് വാഷ് ചെയ്ത് മാറ്റാനായിട്ടാണ് നമ്മൾ ചെമ്പരത്തി പൗഡർ ചേർക്കുന്നത്. കാരണം ഇത്രയും കൂടി ചേർന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ലതുപോലെ ഗുണം കിട്ടും. കാരണം ഏറ്റവും കൂടുതൽ പണ്ടുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തതാണ് ഷാമ്പുവിന് പകരമായിട്ട് ചെമ്പരത്തി താളിയൊക്കെ പണ്ടുള്ള കാലഘട്ടത്തിലൊക്കെ. അപ്പോഴൊക്കെ ആൾക്കാരിൽ ഹെയറിനകത്ത് നരയൊന്നും കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം നാച്ചുറൽ കാര്യമാണ് നമ്മുടെ ചെമ്പരത്തി പൂ എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗുണം നമ്മുടെ ഹെയറിനകത്തും ഒക്കെ കിട്ടും. ഞാനിവിടെ എടുക്കുന്ന ചെമ്പരത്തി പൗഡർ 1.5 ടേബിൾ സ്പൂണാണ്. ഇതേപോലെ റെഡ് കളറിലിരിക്കും കേട്ടോ. അത് തന്നെ വേണം. അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇത്രയും ഉണ്ടാക്കിയതിന് ശേഷം ചെമ്പരത്തിപ്പൂ ആ ഒരു ഇതിട്ടിട്ട് നല്ലപോലെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അത് ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പം ഞാനിവിടെ പൗഡർ ആയതുകൊണ്ടാണ് അതിൽ ചെമ്പരത്തി പൗഡർ ചേർത്തത്. നിങ്ങൾക്ക് ഈ ഒരു പൗഡർ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ അത് പേരും ഇതൊക്കെ ഇവിടെ കൊടുക്കാം. അത് ഒരു ഞാനിവിടെ ഒരു കോംബോ സെറ്റായിട്ടാണ് മേടിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഇനി ലിങ്ക് കൊടുക്കാനായിട്ട് പറ്റാത്തത്. ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും പിക്ചർ കൊടുക്കാം ഇവിടെ ഒരു ഭാഗത്തേക്ക്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഇത് ആണുങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് അളവ് കൂട്ടിയെടുത്താൽ മതിയാകും കേട്ടോ. നല്ലതുപോലെ മിക്സ് ആക്കണം. കാരണം കട്ട കെട്ടി കിടക്കാനായിട്ട് പാടില്ല. എല്ലാം നല്ലതുപോലെ അങ്ങനെ മിക്സാക്കി എടുക്കുക. അങ്ങനെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് വെള്ളമാണ്. ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം. ചൂടുവെള്ളമല്ല, പച്ചവെള്ളമാണ് വേണ്ടത്. ഞാൻ കാണിക്കാം. നമുക്കിത് മിക്സാക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. അളവൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് അളവ് പറയാൻ കറക്റ്റായിട്ട് പറ്റില്ല. ചിലപ്പം കൂടുതലായിട്ട് വേണം, ചിലപ്പം കുറവ് വേണം. ഓൾമോസ്റ്റ് ഒരു 3-4 സ്പൂണോളം നമുക്ക് വെള്ളം വേണ്ടി വരും. ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നമുക്കിതൊന്ന് നല്ലതുപോലെ കട്ട കെട്ടാതെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. പക്ഷേ എന്നാൽ ലൂസ് ആവാനും പാടില്ല. നമ്മുടെ ഹെയറിനകത്ത് ഇടുന്ന സമയത്ത് താഴേക്ക് വീഴാത്ത രീതിയിലായിട്ട് വേണം നമ്മൾ ഈ ഒരു നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, ഈ പരുവത്തിൽ ഇതേപോലെ നല്ല രീതിയിൽ കിട്ടണം. ഒരു രീതിയിലും കട്ട കാണാനായിട്ട് പാടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ ക്രീം പരുവത്തിൽ, അതായത് കണ്ടോ താഴേക്ക് വീഴാത്ത രീതിയിൽ വേണം. അതായിട്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ടൈറ്റ് ആവാനും പാടില്ല. ഒരു നോർമൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ കയ്യിലൊക്കെ മൈലാഞ്ചി ഇടാനൊക്കെ യൂസ് ചെയ്തില്ല, അതേ രീതിയിലായിട്ട് വേണം. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഹെയറിൽ ഇട്ട് കൊടുക്കണം. അല്ലാതെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ അത് പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇടാനായിട്ട് നോക്കുക. ബാക്കി വരുന്നത് കളയുക, പിന്നീട് ഉപയോഗിക്കാം എന്ന് ചിന്തിച്ച് മാറ്റി വെക്കാനായിട്ട് പാടില്ല. അത് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ നരം മാറ്റും, മുടി ഒഴിച്ചിൽ മാറ്റും, മുടി നല്ല വേരിൽ നിന്ന് വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് താടിയിൽ, മീശയിൽ എവിടാണോ നരയുള്ളത് ആ ഏരിയയിലൊക്കെ തേക്കാം. എത്ര പ്രായം കുറഞ്ഞവരിലെയും നരയും ഈ ഒരു കാര്യം കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇത് ഇട്ടിട്ടുള്ള ആ ഒരു വ്യത്യാസവും ഒക്കെ ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം. ഈ ഒരു മുടി കണ്ടോ, ഇതിനകത്ത് കുറച്ചൊക്കെ നരയുണ്ട്. കാരണം ഇത് നര എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏജിൻ്റെ അല്ല, ഇത് പല പല കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുണ്ടാകുന്ന നരയാണ്. ഈ ഒരു നരയും നമുക്ക് വേരിൽ നിന്ന്, ഇത് കണ്ടോ, നമ്മുടെ വേരിൽ നിന്നുണ്ടാകുന്ന നരയും മാറ്റാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ വേരിൽ നിന്ന് തന്നെ നിങ്ങളുടെ മുടിയുടെ നര മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇത് ഇടുന്നതിൻ്റെ മുന്നേ ഹെയറിനകത്ത് ഒരു തരി എണ്ണ കാണാനായിട്ട് പാടില്ല. എണ്ണയുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു ഇതുകൊണ്ട് ഒരു ഗുണവും നമുക്ക് കിട്ടില്ല, അത് പിടിക്കില്ല ഹെയറിനകത്ത്. നമ്മൾ ഇടുന്ന ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് നല്ലതുപോലെ മുടി ഡ്രൈ ആയിട്ടിരിക്കണം. ഒരു ഓയിലിൻ്റെ അംശം പോലും കാണാനായിട്ട് പാടില്ല. നമ്മുടെ തലയോട്ടിൽ പറ്റുന്നത് കൊണ്ട് ഇതിന് മറ്റുള്ള ദോഷ
ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. നിസ്കരിക്കുന്നവരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മറ്റുള്ള വെള്ളം ചേരാതിരിക്കുന്ന പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ഹെയറിൽ ഇട്ട് കൊടുക്കട്ടെ. നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ എങ്ങനെയാണോ ഇടുന്നത്, നമ്മൾ സാധാരണ ഹെയർ പാക്കൊക്കെ ഇടാറില്ലേ, അതേപോലെ ഇട്ട് കൊടുക്കുക. തലയിൽ പറ്റുന്നത് കൊണ്ട്, തലയോട്ടിയിൽ പറ്റുന്നത് കൊണ്ട് മുടി കൊഴിച്ചിലും ഒന്നും ഉണ്ടാവില്ല. ഇത് ഡ്രൈ ആവുന്നതിന് ഓരോരുത്തരുടെയും നാട്ടിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് കുറച്ച് ടൈം എടുക്കേണ്ടി വരും. ഞാൻ അതിന് ഒരു സമയം പറയുന്നില്ല. പാക്ക് നല്ലതുപോലെ ഹെയറിൽ നിന്ന് ഉണങ്ങിപ്പിടിക്കണം. ഞാൻ കാണിക്കാം നിങ്ങളെ ഇട്ടതിന് ശേഷമുള്ള ഒരു ചേഞ്ചസും ഒക്കെ. നിങ്ങൾ കണ്ടല്ലോ, ഒറിജിനൽ നരയുള്ള ഏരിയയിലാണ് ഞാൻ ഇടുന്നത്. ഇത് കണ്ടോ, ഈ ഒരു നരയുടെ ഉള്ള ഏരിയയിൽ തന്നെയാണ് ഞാൻ ഇടുന്നത്. ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഈ നര നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കുറച്ചൊക്കെ ആ ഒരു നരയുടെ വൈറ്റ് കളർ മാറി മാറി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മുടിയുടെ വേരിൽ നിന്ന് തന്നെ നര ഇല്ലാതാക്കാനായിട്ട് പൂർണ്ണമായിട്ടും സാധിക്കും. താടിയിലാണെങ്കിലും മീശയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇടാവുന്നതാണ്. എന്തായാലും ഞാൻ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഹെയറിൽ മുഴുവനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ആ ഒരു റൂട്ടില്ലയോ, ഹെയറിൻ്റെ റൂട്ട്, അവിടെ നിന്നാണ് നമ്മൾ ഇതിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ ഭയങ്കരമായിട്ട് തിക്കി വെക്കാനും പാടില്ല, എന്നാൽ ഉണങ്ങത്തില്ല. തിക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. നമ്മുടെ ആ ഒരു ഹെയറിൻ്റെ റൂട്ടിൽ നല്ലതുപോലെ ചെല്ലണം, എന്നാലേ നമ്മുടെ വേരിൽ നിന്ന് ആ ഒരു മുടി നര മാറുള്ളൂ. പിന്നെ നിങ്ങൾ മുന്നത്ത് കണ്ടായിരുന്നല്ലോ, വീഡിയോ ഞാൻ കാണിച്ചായിരുന്നല്ലോ, അതായത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരു വ്യത്യാസം തന്നെ ഉണ്ടല്ലോ. റൂട്ടിൽ നിന്ന് തന്നെ നര മാറുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ബാക്കിയും കൂടി ഇത് മാറ്റിയതിന് ശേഷം, അതായത് ഈ ഒരു പാക്ക് ഹെയറിൽ ഇട്ട് തുടച്ചതിന് ശേഷമുള്ള റിസൾട്ടും ഒക്കെ ലൈവായിട്ട് തന്നെ കാണിക്കാം. ഞാൻ മുടി മുഴുവനായി ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ, തല മൊത്തവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ശേഷമുള്ള നിങ്ങളെ കാണിക്കാം. അതേ രീതിയിൽ ഉണങ്ങണം. അതിനുശേഷം മാത്രം മുടിയിൽ നിന്ന് വാഷ് ചെയ്താൽ മതിയാകും. കാരണം ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പോ ഒന്നും ഉപയോഗിക്കരുത്, അല്ലാതെ വെള്ളം ഉപയോഗിച്ച് വേണം വാഷ് ചെയ്യാനായിട്ട്. നിങ്ങൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് താളി ഉണ്ടാക്കിയിട്ട് കഴുകുവാണെങ്കിലും നല്ലതാണ്. ഇപ്പം ഞാനിതിൽ ചെമ്പരത്തിപ്പൂ ചേർത്തത് കൊണ്ട് മറ്റുള്ള ഒന്നും നമുക്ക് വേണ്ട. അത് നമ്മുടെ ഹെയറിൻ്റെ ഷാമ്പൂ ചെയ്യുന്നതിന് തുല്യമാണ് ചെമ്പരത്തിപ്പൂവിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെമ്പരത്തിപ്പൂ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു പാക്ക് പിടിക്കുകയൊക്കെ ചെയ്യും. ഇത് ശരീരത്തെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ അവിടെ കറുത്തു പോകും എന്നൊരു ചിന്തയൊന്നും വേണ്ട. നമ്മുടെ ഹെയറിനകത്താണ് അതിൻ്റെ ഗുണം ചെല്ലുന്നത്, അല്ലാതെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വീണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത് ദോഷകരമായിട്ട് ബാധിക്കില്ല. ഓക്കെ, മനസ്സിലായല്ലോ. റൂട്ടിൽ നിന്ന് ഇടാനായിട്ട് നോക്കണം കേട്ടോ. ഞാൻ റൂട്ടിൽ നിന്നാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ഉണങ്ങിയതിന് ശേഷമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഇത് കണ്ടോ, നോർമൽ ഒരു ഡ്രൈ ആണ്, പക്ഷെ എന്നാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടില്ല. ഒരു നോർമൽ ഒരു ഡ്രൈ ആയിട്ടുണ്ട്. എന്തായാലും വാഷ് ചെയ്യുകയാണ്. ഇവിടെ അധികം നേരം വെക്കാൻ പറ്റില്ല, കാരണം തണുപ്പായതുകൊണ്ട് തലയിലേക്ക് തണുപ്പിറങ്ങുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടൊരു നോർമൽ ഒരു ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്ന് നമുക്കിത് കഴുകി മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, സോപ്പ് ഉപയോഗിക്കരുത്, ഷാമ്പു ഉപയോഗിക്കരുത്. ഇതിൽ നമ്മൾ ചെമ്പരത്തിയുടെ പൊടി ഇട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾ ചെമ്പരത്തിപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾ താളി, നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടിട്ട് താളി ഉണ്ടാക്കിയിട്ട് ഇത് ഹെയറിൽ നിന്ന് ആ കഴുകുന്ന സമയത്ത് അത് ഉപയോഗിച്ച് വാഷ് ചെയ്താലും മതിയാകും. കണ്ടല്ലോ, ആ ഒരു മാറ്റം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. കഴുകുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ, നാളെയും അതേപോലെ സോപ്പ് ഉപയോഗിക്കരുത്. 3 ഡേയ്സോളം നിങ്ങൾ സോപ്പോ ഷാമ്പുവോ ഉപയോഗിച്ച് തലയിൽ നിന്ന് വാഷ് ചെയ്യാൻ പാടില്ല. 4ാമത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ 4ാമത്തെ ദിവസം കഴുകാം. കാരണം അതിൻ്റെ ആ ഒരു ഗുണം ഹെയറിൽ ഇരുന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് സോപ്പും ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യേണ്ട എന്ന് പറയാനായിട്ടുള്ള മെയിൻ കാരണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യണം. അങ്ങനെ 2 പ്രാവശ്യം നിങ്ങൾ മാസത്തിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിറ്റേ മാസം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യേണ്ട ഒരാവശ്യവും വരില്ല. മുടി നല്ലതുപോലെ നിങ്ങളുടെ വേരിൽ നിന്ന് തന്നെ കറക്കുന്നതാണ്. എന്തായാലും ഞാൻ കഴുകിയിട്ടുള്ള ഒരു വ്യത്യാസമൊക്കെ കാണിക്കാം. അങ്ങനെ നല്ല വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയായിട്ട് മാറ്റമുണ്ട്. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കൂ. കഴിയായിട്ടുള്ള റിസൾട്ട് എല്ലാവരും കണ്ടല്ലോ. ഞാൻ നരയുള്ള ഏരിയയിൽ തന്നെയാണ് ഞാൻ ഇട്ട് കാണിച്ചത്. അത് ലൈവ് റിസൾട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. കാരണം ഇവിടെ ഒരു ഫേക്കും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ ആ ചേർത്തേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുടിയുടെ കറുപ്പ് കൂട്ടാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്യണം. ചെയ്ത് നിങ്ങൾ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു നര വേരിൽ നിന്ന് ഇല്ലാതായിട്ട് നല്ല കറുത്ത മുടി വളരാനായിട്ട് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ.
എങ്ങനെയാണ് ചെയ്തതൊക്കെ കണ്ടല്ലോ. വേരിൽ നിന്ന് തന്നെ കറുത്ത മുടി വളരാനായിട്ട് ഈ പറയുന്ന കാര്യം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വന്ന് ചോദിക്കും, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് പറയണേ കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.